السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد. صلاة وسلاما عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷത്തെ വിഷയ ഓരോ നാളില് ഇത്രയും വലിയ ഇമാമീങ്ങളെ ചരിത്രങ്ങൾ ചൊല്ലകു പടച്ച റബ്ബ് തൗഫീഖ് തന്നതിൽ ആദ്യമായിട്ട് പടച്ചവന്റെ സ്തുതിക്കട അൽഹംദുലില്ലാഹ്. എത്രയും പ്രധാനപ്പെട്ട ഇമാമീങ്ങൾ, കഴിഞ്ഞു പോയ അമ്പിയാക്കള്, അമൂലിയാക്കള്, സാലിഹീങ്ങള്, സജ്ജനങ്ങള്, സ്വഹാബത്തീങ്ങൾ, മദ്ഹബ് നേതാക്കളടക്കം, ഇമാമീങ്ങളടക്കം, ബഹുമാനപ്പെട്ട ഹദീസിലെ മഹാപണ്ഡിതരാകുന്ന ബുഖാരി ഇമാമിനെ പോലോത്ത, മുസ്ലിം ഇമാമ് തങ്ങളെ പോലോത്ത, തുർമുദിയെ പോലോത്ത, ബഹുമാനപ്പെട്ട ദാരിമി ഇമാം റഹിമഹുള്ളയെ പോലോത്ത മഹത്തുക്കളുടെ വിഷയങ്ങൾ ചെന്ന, ഇസ്തിഗാസ ചെന്ന, അത് കഴിഞ്ഞിട്ട് കുറെ ഇമാമീങ്ങളെയും വിഷയങ്ങൾ ചെന്ന, ചരിത്രങ്ങൾ ചെന്ന, അങ്ങനെ നടത്തിയ ഇസ്തിഗാസ ഞങ്ങൾ ചെന്ന ഇന്ദിനാണ് ചൊല്ലോ ഷാഫി മദ്ഹബിലെ രണ്ടാം ഷാഫി ചെന്നിട്ട് അറിയപ്പെടുന്നത് ബഹുമാനപ്പെട്ട ഇമാം അൻ-നവവി റളിയല്ലാഹു അൻഹു. എല്ലാവരും ഫാത്തിഹ ഓതുന്നു ഇമാം തങ്ങളുടെ പേരില്. യാ ഹദ്റത്തി ശൈഖ് ഇമാമിൻ അൻ-നവവി റളിയല്ലാഹു അൻഹു വൻഫഅനാ ബിഹിം ഫിദ്ദാറൈനി. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങള് കാരണം ഏകദേശം 6 തിങ്കളത്തോളം നാണ് ചർച്ചയാക്കിട്ടാകുമ്പോ 6-7 തിങ്കളത്തെ നിരന്തര ചർച്ചയില് ഞങ്ങളെ കർണാടകത്തിലെ ദക്ഷിണ കന്നഡ ഭാഗത്തുള്ള ലാട്ടുപോട്ട് സ്ഥലത്തിങ്ങ എല്ലാരും കളവ് ചെന്നമേ നവയിമാമ തങ്ങളെ പേരിലായിട്ട് എല്ലാരും കളവ് ചെന്നമേ നവയിമാമ തങ്ങളെ പേരില് ഒരു നിലക്കും ഇങ്ങ നവയിമാമ തങ്ങളെ നേരെ ചെന്നിട്ട് മുന്നോട്ട് പോകാൻ സാധ്യയില്ല. അങ്ങനെയായിട്ട് നവയിമാമ തങ്ങളെ മേലിൽ കളവ് ചെന്നിട്ടാകുമ്പോ ഏകദേശം റമദാനിന് മുന്നൊരു ഒരു അതായത് ഗ്രൂപ്പ് പരമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയിട്ടാകുമ്പോ ഞങ്ങളുടെ ബെൽത്തങ്കയുടെ ഭാഗത്തിലുള്ള ഒരു 0 പോയിന്റ് ഉണ്ട്. ആ ചങ്ങായും നവയിമാമ് തങ്ങളുടെ ഷറഫ് മുസ്ലിമിന്റെ പേരിൽ കളവായിട്ട് ചെന്നത്. അതുപോലെ ഇപ്പുറത്ത് നമ്മൾ ചർച്ചയാക്കിയിട്ടാകുമ്പോ ഞങ്ങളുടെ ഉള്ളാളത്തെ ഭാഗത്തിൽ 8ഉം 8ഉം തിരിയാത്ത ഒരു പാവത്തെ ഒരു മനുഷ്യനുണ്ട്, ബഷീറിന്റെ ആ ചങ്ങായിയുടെ പേര് അയക്ക് ഒന്നും കൊണ്ടില്ല. അത് ആ ചങ്ങായി വന്നിട്ടും നവയിമാമ തങ്ങളെ ചൊന്നു മുറ്റത്ത് കറാമത്ത് അമ്പിയാക്കൾ മെരിക്കൽ കൊണ്ട് ഔലിയാക്കൾ മരിക്കൽ കൊണ്ട് മുറിഞ്ഞിട്ട് കൊണ്ടു ചെന്നിട്ടോ നവയിമാമ തങ്ങളെ കിതാബ് ഹാജരാക്കിയെന്ന് ചൊല്ലുമ്പോ ഏകദേശം ഒരു വാരത്തോളം അഥവാ 4-5 നാളത്തോളം ഹാജരാക്കി ഇല്ലാണ്ട് അവസാനം രക്ഷപ്പെടുക വേണ്ടിട്ട് ഷഫാത്തായിട്ട് വന്നത് ഗോലിയാറിലെ ഒരു ലാട്ടുപോട്ട മൗലവിയായിട്ട് ഒരു വടക്ക് മൗലവി ചൊല്ലാം. ആ ഒരു മൗലവി വന്നിട്ട് നവയിമാമ തങ്ങൾ ചൊന്നു എന്തിനാക്കൊണ്ട് ചെന്നിട്ടു ഈ മുഞ്ചത്ത് കറാമത്ത് മുറിഞ്ഞിട്ട് കൊണ്ടു ചെന്നിട്ടു അതീത്ത് കൊണ്ടുവന്നേ ഇതാ മാത്തബുന് ആദമ ഇൻകത്ത അമലു ഇല്ലാ മിൻ സലാം. ഇതിന്റെ വിശദീകരണത്തിൽ നവയിമാമ തങ്ങൾ ചെന്നിട്ടോ പച്ച കള്ളം ചെന്നിട്ട് ഷറൗലാക്കായിദിനെ പോലും തത്താസാനിടെ
ഷറോളൊക്കെ ഇത് പഠിച്ചിട്ട് ഭാഷ നിർത്താൻ കടത്തില് അങ്ങനെ പോയ മനുഷ്യൻ ഇത്രത്തോളം ഇല്ല. അപ്പൊ നവീമാമ തങ്ങളെ പേരിൽ കളവ് ചൊല്ലതായിട്ട് നിങ്ങളെ സ്വഭാവം. അതുപോലെ നിങ്ങളെ കൊന്തിക്കൂ ഏകദേശം ഒരു 1 month മുന്നൂ പറങ്കിപ്പേട്ടിൽ ഒരു നാട്ടുപാട്ട് ഒരു ചങ്ങായി ഉണ്ട്, എട്ടും പൊട്ടും തിരിയാത്ത ഇതെല്ലാം അങ്ങനെ എനിക്ക് എട്ടും പൊട്ടും ഒന്നും തിരിയില്ല. ഈ ചങ്ങായി ചെന്ന് നവീമാമ തങ്ങളെ ചെന്ന് എന്താക്കുന്നുണ്ടോ റൗദാ ഷരീഫിന്റെ അടക്ക, അതായത് ഈ കബർ കെട്ടിപ്പൊക്കയുടെ വിഷയത്തിൽ പൊളിച്ചിടക്കണമുണ്ട്. നാണ് കയ്യിൽ ഏകദേശം 10-16 കിതാബിടെ വെച്ചിട്ട് എനിക്ക് ലൊക്കേഷൻ കടത്തും. നിങ്ങൾ ഇന്നവിടെ ബണ്ടാച്ചുമ്പോ ലൊക്കേഷനും ഇല്ല, അച്ചങ്ങായും ഇല്ല. നവീമാമ തങ്ങളുടെ പേരിൽ അച്ചങ്ങായും റൗദായികളുടെ കിതാബിടെ പച്ച കള്ളമായിട്ട് ഇക്കട് ചൊന്നത്. അപ്പൊ എല്ലാ മൗലവിമാരും ഓടിയിട്ട് പണ്ട് നവീമാമ തങ്ങളുടെ പേരിലായിട്ട് ഇക്കടെ കളവ് ചൊല്ലുടെ സ്വാഭാവിക. ആ നവീമാമ തങ്ങൾ ഇസ്തിഹാസത്തെ കുറിച്ചിട്ട് എന്തിനു ചൊന്തോ, ആ നവീമാമ തങ്ങൾ ഇസ്തിഹാസത്തെ കുറിച്ചിട്ട് എങ്ങനെ പരിപാടിത്തോ എന്നതാണ് ചർച്ച. അള്ളാഹു തൗഫീഖ് നൽകട്ട് ചർച്ചയാക്കുക. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങള് റൗദാ ഷരീഫിന്റെ മുട്ട പോയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ട പോണം. അങ്ങനെ സുമ്മ യർജു ഇലാ മൗഖിഫിൽ അവൽ ഉബാലത വജി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഇമാം തങ്ങൾ ചൊല്ലോ പിന്നെ തിരിഞ്ഞു നിക്കണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്നിട്ടിട്ട് നിക്കണോ. എന്നിട്ട് വയതവസ്സലു ബിഹി ഫി ഹഖി നഫ്സിഹി, അവന് പിന്നെ ഈ പോയാള് നാണ് അത്തവ നിങ്ങൾ അല്ലെങ്കിൽ പോയങ്ങ് ആറും അവിടെ എന്താക്കണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കണോ. അവിടെ പോയിട്ട് പടച്ചോണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ട് ഷഫാഅത്ത് തേടണോ. ഏനാ ഷഫാഅത്ത് തേടണോ. വയസ്തശ്ഫിഉ ബിഹി, നബി തങ്ങളെ കൊണ്ട് ഷഫാഅത്ത് തേടണോ. ഫസ്റ്റ് ചെന്നോ തവസ്സുലാക്കണോ, പിന്നെ ഷഫാഅത്ത് തേടണോ. അതിക്ക് മുന്നോ നബി തങ്ങളെ റൗദാ ഷരീഫ്, നബി തങ്ങളെ ആ റൗദാ ഷരീഫ് നബി തങ്ങളെ വജ്ഹുർ റസൂൽ തങ്ങൾക്ക് മുന്നിട്ടിട്ട് നിക്കണോ. നവീമാം തങ്ങളെ പഠിപ്പാട്ടോ. എന്നിട്ടോ ഒമിൻ അഹ്സനി മാ യഖൂലു, ഇമാം നവവി തങ്ങൾ ചൊല്ലേ അവിടെ പോയിട്ട് ചൊല്ലുക ഏറ്റവും നല്ലത്, അവിടെ പോയിട്ട് ചൊല്ലുക എത്രയും നല്ലത്. മാ യഖൂലു മാ ഹഖാഉൽ മാവർദി വൽ ഖാദി അബു തയ്യിബ്, ബഹുമാനപ്പെട്ട മാവർദി ഇമാം റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ അവിടെ കിതാബിൽ ചൊല്ലു. ആ ചൊന്നതായിട്ട് ഇക്കടെ ചെല്ലേണ്ടത് എന്ത്രയായിട്ട് ഇക്കടെ ചൊല്ലേ. സ്വാബിന ഞങ്ങളെല്ലാ ഇമാമിങ്ങളും ചൊന്നുറാറ്. ആ ചൊന്നത് ചൊല്ലണോ. എന്ത് ചൊല്ലണോ. ഇമാം ചൊല്ലു അണിൽ ഒത്തുബിയിൽ നിന്നിട്ട് ഒരു വിഷയം വന്നത്, ഒരു നിവേദനം വന്നത് ഒത്തുബിയായിട്ട് നിവേദനാക്കണോ. മുസ്തഹ്സിനീന ലഹു, അത് ചൊല്ലുക സുന്നത്തായിട്ട് ഇക ചൊല്ലോ. ശിർക്ക് പറക്ക് ഖുർആനിൽ ആയത്തുണ്ടാ ഇല്ല, ഹദീസുണ്ടാ ഇല്ല. ഖുർആനിൽ ആയത്തുണ്ടാ ഇസ്തിഹാസ ശിർക്ക് ചെന്നിട്ട് ഇല്ല. അങ്ങനത്തെ ഒരു ഇസ്ലാമിലെ ഇല്ല അല്ലെ. നിങ്ങളെ കേട്ടാണ് വാദങ്ങള്. അപ്പോ ഇസ്ലാമിലെ ശിർക്ക് അല്ലാണ്ട് ചൊല്ലുമ്പോ പിന്നെ എങ്ങനെ ശിർക്കാവൂടോ. ഇമാമ തങ്ങൾ ചൊല്ലോ മുസ്തഹ്സിനീന ലഹു, അവിടെ പോയിട്ട് സുന്നത്താണ് അത് ചൊല്ലുകൂ, നല്ലതാണ്, ഹസനാണ്. പല ബഹുമാനപ്പെട്ട ഉത്ബി തങ്ങൾ ചെന്നല്ലേ കുന്തു ജാലിസൻ നിന്റെ ഖബറി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അരികിൽ വെച്ചിരിക്കുമ്പോ ഒരു അറാബിയായ മനുഷ്യൻ വന്നിട്ട് അറാബി ചെന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഓ പ്രവാചകരെ അള്ളാഹുടെ സലാമുണ്ടോ നിങ്ങൾക്ക് ഏറുണ്ട്. എന്നിട്ട് ചൊന്തോ സമയത്തുള്ളാഹ യഖൂലു, ഈ അറാബി ചൊല്ലോ പടച്ചവന്റെ ഖുർആനിൽ നാണ് കേട്ടല്ലേ നബിയേ. എന്തിനെ വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂല വജദുല്ലാഹ തവ്വാബർ റഹീമാ. ഈ ഒരു സൂറത്തുൽ നിസായിലെ 64-ാമത്തെ ഒരു ആയത്തുണ്ട്. ആ ആയത്ത് നാണ് കേട്ട നബിയെ. എത്ര വലിയ അക്രമികളാണെങ്കിലും എതിർദോഷികളാണെങ്കിലും നബിയെ തങ്ങളെ മദീനത്തെ ദർബാറിലെത്തിയിട്ട് നബി തങ്ങളുടെ ദർബാറിന്റെ മുന്നോ പാപാപേക്ഷ നടത്തിയാലോ തൗബ ചെയ്താലോ അള്ളാഹു ആ തൗബ സ്വീകരിക്കടാ. അത് നബി തങ്ങൾ ഷഫാഅത്ത് ചെയ്യട് അല്ലെ എന്ന രീതിയിലുള്ള ആയത്താണ് കേട്ടല്ല നബിയെ. അത് കൊണ്ടുവെക്കാതെ ചെയ്തുക്ക ശരിക്കും കേക്കറോ. ഓ സുന്നി പ്രവർത്തകരെ ശരിക്കും കേക്കറോ. സലഫി പ്രവർത്തകരെ മനസ്സില് കൽബുക നെഞ്ഞിക്ക് ഒരു കൈ വയ്ക്കറോ. കൈ വെച്ചിട്ട് ആലോചനാക്കറോ. ഇമാമ തങ്ങൾ ചൊല്ലുവെക്കാതെ ചെയ്തുക്ക അറാബി ചന്ത് എന്നിട്ട് നാണിതാ നിങ്ങളെ കുട്ട ബന്നറ നബിയെ മുസ്തഗ്ഫിറൻ മിൻ ദംബി, എന്റെ ദോഷം ഒന്ന് പുറത്തു കിട്ടണോ നബിയെ. മുസ്തശ്ഫിയം ബിക, തങ്ങളെ കൊണ്ടുനാണ് ഷഫാഅത്ത് കേട്ടോണ്ടുള്ള നബിയെ. ഇലാ റബ്ബി, എന്റെ റബ്ബിലിട്ടതോ നബിയെ തങ്ങളൊന്ന് ശുപാർശ ചെയ്യണോ. പിന്നെ ഈ അറാബി പാട് യാ ഖൈറ മന്ദുഫിനത് ബിൽ ഖായി അലുമു
فطاب من طيبهن القاء والأكم نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. എന്തൊരു പാട്ടല്ലേ. ആറാബിയായ മനുഷ്യൻ വന്നിട്ട് നബി തങ്ങളെ ദർബാറ് മുന്നുള്ള പാട് ഉത്തുബി തങ്ങൾ അതിനെ നോക്കിയോണ്ടുണ്ടോ അല്ലെ. എന്നിട്ട് സറഫ ഇത്രയും പാട്ട് പാടിത്ത് ആയത്തോതിത്ത് ഇസ്തിഗ്ഫാറിന് വേണ്ടിട്ട് മഗ്ഫിറത്തിന് വേണ്ടിട്ട് ശഫാഅത്തിന് വേണ്ടിട്ട് നബി തങ്ങളെ മുട്ട കേട്ടിട്ട് എന്നിട്ടോ ഇയാള് സറഫ അറാബി തിരിഞ്ഞു പോയിട്ട് ഫഹമലത്നി ഐനായ ഏയ് ഉത്തുബി ചൊല്ലോ നക്ക് രണ്ട് കണ്ണ് ചുമ്മിയ പോലെ ഉറക്ക് വന്ന് അതേ ആ ഉറക്കില് നബി തങ്ങളെന്നാണ് കണ്ട സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിന്നൗമി. ആ ഉറക്കില് നബി തങ്ങളെ കിനാവ് കണ്ടിട്ടാകുമ്പോ ഫഖാല നബി തങ്ങ ചന്ത് യാ ഉതുബി ഏ ഉതുബി അൽഹഖിൽ അറാബിയ നിങ്ങ പോണോ അല്ലെങ്കിൽ ഇൽഹഖോ അൽ അറാബിയ ആ അറാബിയുടെ മുട്ട നിങ്ങ പോണോ ഫബശ്ശിർഹു അറാബിക്ക് പോയിട്ട് ഒരു സന്തോഷ വാർത്ത ചൊല്ലണോ ഉതുബി ബി അന്നല്ലാഹു തആല ഖദ് ഗഫറ ലഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ രാജാവ് ആ ബന്ന അറാബിക്ക് മാപ്പ് കൊടുത്തിട്ട് പോയിട്ട് ഉതുബി ചൊല്ലണോ. എന്റെ കാരണം അവിടെ വന്നിട്ട് ഇസ്തിശ്ഫാക്കിന് നബി തങ്ങളെ അതേ ഷഫാത്താക്കില് തവസ്സുലാക്കിട് ഷഫാത്താക്കിട് നബി തങ്ങളെ മുന്നെടുത്ത് കേട്ടത് അത് ചൊല്ലുക സുന്നത്താണ് നബി തങ്ങൾ പഠിപ്പാടിയത്. ഇതിനെ എടുത്തിട്ട് ബഹുമാനപ്പെട്ട ഇമാമൻ തങ്ങളെ ശറഉൽ മുഅത്തബ് ചൊല്ലു 8-ാം വാല്യം 274-ാമത്തെ പേജില് ഇത് ചൊല്ലത് സുന്നത്ത് ഉണ്ട്. ചെല്ല് നൂറുകണക്കിന് കിതാബ് എന്നാണ് ഞാൻ ഉദ്ധരിച്ചത് അല്ലെ. ഏകദേശം 44 കിതാബ് എന്നാണ് ഉദ്ധരിച്ചത് ഈ വിഷയത്തിൽ മുഞ്ഞാണ്ട്. അപ്പൊ ഇപ്പൊ ചൊന്നു അതേ നവയിമാമത്തങ്ങ ചെല്ല് ഇത് ചൊല്ലത് സുന്നത്താണ്. ഉത്തുബിക്ക് അല്ലാഹു പുറത്തു കൊടുത്ത ഈ ബൈത്ത് പാടിയപ്പോ അറാബിയായ മനുഷ്യർ അല്ലാഹു പുറത്തു കൊടുത്ത ഈ ബൈത്തിക്ക് പാടിയപ്പോ ഉത്തുബി പോയിട്ട് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തപ്പോ അതുകൊണ്ട് നവയിമാമത്തങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണോണ്ട് പഠിപ്പാട്ടിട്ട് ചെയ്യത് സുന്നത്തുണ്ട് പഠിപ്പാട്ടിട്ട്. ആ നവയിമാമ് തങ്ങൾക്ക് അറിയാത്ത ഗൊന്തില്ലാത്ത ശിർക്കാണോ ഇപ്പത്തെ സലഫികൾ ഗൊന്തുള്ളോ അല്ലെ. നവയിമാം റളിയല്ലാഹു അൻഹു 631 ജീവിച്ചിട്ട് 676 വഫാത്തായ ആളാണ്. ചെറിയ പ്രായത്തിൽ മരിച്ചു പോയാള്. ബഹുമാനപ്പെട്ടവരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് വലിയ റാഹത്ത് തരട്ടെ, സന്തോഷം തരട്ടെ, ഇസ്സത്ത് ദായിമാക്കി തരട്ടെ. അല്ലാഹു നമുക്ക് വലിയ ഹിഫ്ള് നൽകി അനുഗ്രഹിക്കട്ടെ. ചെന്നോ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഉൽ മുഅത്തബ് ഈ വിഷയം കൊണ്ടുവന്ന് അപ്പൊ കൊണ്ടുവന്ന ഈ വിഷയം ഇമാമ തങ്ങൾക്ക് തിരിഞ്ഞില്ലേ. ചിൽക്കൈത്താ ചിൽക്കാണ് ഞങ്ങളെ കിതാബ് എഴുതിയിരിക്കണാറാ. ഇത് നവയിമാമ് തങ്ങളെ ഒന്നായിരിക്കണ്. രണ്ടാമത്തെ ഒരു കിതാബുണ്ട് നവയിമാമ് തങ്ങളെ അല്ല അതുക്കാർ ചൊല്ലുന്ന കിതാബുണ്ട്. ആ അതുക്കാറിലെ 201-ാമത്തെ പേജിൽ ചൊല്ലോ അതേ ഇന്നലില്ലാഹി അസ്സ വജല്ല ഫിൽ അർളി ഹാസിറൻ സയഹ്ബിസുഹു. ആരെങ്കിലും ഒരാള് ഒരു മരുഭൂമിയിൽ എത്തിയാൽ ഫൽയുനാദി യാ ഇബാദല്ലാഹി ഇഹ്ബിസു യാ ഇബാദല്ലാഹി ഇഹ്ബിസു ഇങ്ങനെ ചൊല്ലണോ. ഒരു മരുഭൂമിയിൽ എത്തിക്കാറാറുമില്ലാത്ത ജാഗയിൽ നിങ്ങൾക്ക് കഷ്ടം വന്നാൽ, നഷ്ടം വന്നാൽ, ബേജാറ് വന്നാൽ, ദുഃഖം വന്നാൽ നിങ്ങൾ വിളിക്കണോ അള്ളാന്റെ അടിമകളെ അതെ അയിനോ നീ കണ്ട് സഹായിക്കണോ. ഇങ്ങനത്തെ നിവേദനങ്ങളുണ്ട്. സഹായിക്കണോട് ചൊല്ലു. അപ്പൊ ഏബിസോ നിങ്ങൾ എന്തെങ്കിലും മൃഗങ്ങളാ വാഹനങ്ങളാ തെറ്റിപ്പോയെങ്കിൽ റോഡ് കിട്ടാണ്ടായെങ്കിൽ ആറാറില്ലാത്ത മരുഭൂമിയിൽ നിങ്ങൾ വിളിക്കണോ. എന്റെ കാരണം ഈ വിഷയം ചൊല്ലോ. കാരണം എന്തേ അതേ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ ചൊല്ലോ അള്ളക്ക് ഈ ഭൂമിയില് ഇത്രയും അടിമകൾ അതുക്ക് വേണ്ടിട്ട് തന്നെ അള്ള പടച്ചു വെച്ചിരാ. ബഹുമാനപ്പെട്ട നവീമാം തങ്ങൾ ചൊല്ലേ ഈ വിഷയം ഇങ്ങനെ നോക്കിട്ടാകുമ്പോ ഒക്കുന്താന മറത്തമ്മ ജമാഅത്തിൻ നാനങ്ങനെ ഒരു കൂട്ടം ആൾക്കാരെ കൂടെ പോയ പമ്പറത്തിന് ബഹീമത്തും അങ്ങനെ പോകുമ്പോ അങ്ങനെ പോയ യാത്ര പോയ ആ മൃഗ കണ്ടില്ലേ അജിസു വന്ന നമുക്ക് റോഡും കിട്ടില്ല മൃഗം കണ്ടില്ല എന്ന വിഷയ അപ്പായിട്ടിരിക്കണം. ഞാൻ ഈ വിഷയം ചൊന്ന ഏ വിഷയം ഇങ്ങനെ ചൊല്ലുമ്പോ ചൊന്ന സമയത്തില് നന്റെ ഈ വാഹനം അഥവാ ഈ മൃഗം നിന്നിട്ട് സബബിൻ സിവാദൽ കലാം ഇത് ചൊല്ലിക്ക് മുന്നേ നിന്നിട്ടായിട്ട് അത് ഏത് ചൊല്ലിട്ട് നിങ്ങളെ ചൊല്ലിട്ട് നവൈമാമങ്ങളുടെ വിഷയല്ലേ അത് കാറിൽ കൊണ്ടുവണ്ട. അതുകൊണ്ട് നവൈമാമതങ്ങൾ ഇസ്തിഹാസ അനുകൂലിച്ച ആളാണ്, ചെയ്യണമെന്ന് പഠിപ്പിച്ച ആളാണ്. മനസ്സിലായിട്ടാ. ഇനി നോക്ക് ബഹുമാനപ്പെട്ട ഇമാം സറസരി റളിയല്ലാഹു അൻഹു ഹിജ്റ 656 ജീവിച്ചത്.
ബഹുമാനപ്പെട്ടവർ പറയുന്നു, യാ ഹബീബർ റഹ്മാനി ഫിൽ ഖൽഖി യാ മൻ, നബി തങ്ങളെ വിളിക്കുന്നു, ഓ അള്ളാന്റെ ഹബീബായ, ഓ നബിയേ, ഫിൽ ഖൽഖി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള അള്ളാന്റെ ഹബീബായ നബിയെ, യാ മൻ തഅരിഫുൽ അർളു ഖബ്ലഹു വസ്സമാ, ഓ ഭൂമിയും ആകാശവും നബിയെ തങ്ങളെ സംബന്ധിച്ച് പ്രകീർത്തനങ്ങളും നബിയെ തങ്ങളെ കുറിച്ചുള്ള എല്ലാ പ്രശംസനങ്ങളും എല്ലാ വിശേഷണങ്ങളെയും ആകാശഭൂമികൾ അറിയും. അത്രയും മഹത്തുള്ള നബിയെ, അള്ളാഹുവിന്റെ ഹബീബായ നബിയെ കേൾക്കുന്നുണ്ട്. ഷവാഹിദുൽ ഹഖിൽ ഈ വിഷയം കാണാം. അപ്പൊ ഞാൻ പറഞ്ഞത് 656 ജീവിച്ച സരസ്വതി ഇമാം റളിയല്ലാഹു അൻഹു ഇസ്തിഹാദ ചെയ്യുന്നു, ഇസ്തിഹാദയെ അംഗീകരിക്കുന്നു. ഇനി നോക്ക്, അബൂബക്കർ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഹിജ്റ 661 ജീവിച്ചത്. ബഹുമാനപ്പെട്ടവർ ഖസീദത്തുൽ മിസ്രിയ എന്ന് പറയുന്ന കിതാബിലെ 18, 19, 20 പേജിൽ വിശദമായ ഇസ്തിഹാദയുടെ ബൈത്തുകൾ ഇങ്ങനെ വരികളായി പാടുന്നു. 661 ജീവിച്ച ആളാണ്. മനസ്സിലാവുന്നുണ്ടാ? അപ്പോ ബഹുമാനപ്പെട്ട ഇത് നോക്കൂ, ശംസുദ്ദീൻ മുഹമ്മദ് ഇബ്നു മൂസ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 683 വഫാത്തായ ആളാണ്. ഹിജ്റ 683 വഫാത്തായ ആള്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയുടെ ഹളറത്തിലേക്ക് എത്തിയപ്പോ ഞാനിങ്ങനെ വിഷയം പറയുമ്പോ, ഫഖുൽതു യാ റസൂലല്ലാഹ് മുസ്തഗീസൻ ബിന്നബി, ഞാൻ എന്റെ വിഷമങ്ങളാ, ഞാനുമായുള്ള പ്രയാസങ്ങൾ, എന്റെ ബുദ്ധിമുട്ടുകൾ, ക്ഷാമങ്ങൾ, നഷ്ടങ്ങൾ, വേദനകൾ, യാതനകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ ഏതെല്ലാം ഉണ്ടോ എല്ലാ വിഷയത്തിലും പരിഹാരമായി ഞാൻ വിളിക്കുന്നുണ്ട്. യാ റസൂലല്ലാഹ്, ഓ റസൂലേ, മുസ്തഗീസൻ ബിന്നബിയെ, ബഹുമാനപ്പെട്ടവർ പറയുന്നത് നബി തങ്ങളോട് മാത്രമേ ഇസ്തിഗാസ ചെയ്യുന്നു, നബി തങ്ങളോട് ഞാൻ സഹായം ചോദിക്കുന്നു, നബി തങ്ങളോട് മാത്രമേ, മുസ്തഗീസൻ ബിന്നബി, നബിയോട് ഞാൻ അങ്ങയോട് സഹായം ചോദിക്കുന്നു. എന്റെ ദോഷങ്ങൾ പുറത്തു കിട്ടണം, എന്റെ പ്രയാസങ്ങൾ നീങ്ങി കിട്ടണം, എന്റെ ബുദ്ധിമുട്ടുകൾ മാറി കിട്ടണം, എന്റെ നഷ്ടങ്ങൾക്ക് പരിഹാരം കിട്ടണം, എന്റെ കഷ്ടങ്ങൾ നീങ്ങി കിട്ടണം, വേദനകൾ മാറി കിട്ടണം, അതേ യാതനകൾ ഇല്ലാതെയാകണം. എല്ലാ വിഷയത്തിലും പരിഹാരം നബി തങ്ങളാണ്, അല്ലെ? എല്ലാ വിഷയത്തിലും നമുക്കറിയാം മഹത്തുക്കളായ ഇമാമിയങ്ങൾ അവർ ഇസ്തിഹാദ ചെയ്തു, ഇസ്തിഹാദ ചെയ്യണമെന്ന് പഠിപ്പിച്ചു. അതിനാൽ നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇമാമീങ്ങൾ പൂർവീകർ സർവറും അതേ മരിച്ചതായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങള് എല്ലാത്തിന്റെ ഉപരി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയുടെ ദർബാറിലെത്തി അങ്ങക്ക് സലാമും സലാത്തും പറഞ്ഞ് അങ്ങയുടെ അരികിൽ ഇസ്തിഗാസ ചെയ്യണമെന്ന് പഠിപ്പിക്കുകയും ഇസ്തിഗാസ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് മഹാന്മാർ അങ്ങനെയാണ്. എല്ലാത്തിന്റെയും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി തങ്ങളെ വിളിക്കണം, നബി തങ്ങളെ വിളിച്ച് പറയണം, നബി തങ്ങളെ വിളിച്ച് താതെ പാപമോചനം നടത്തണം, ഷഫാത്ത് ചെയ്യണം, ഷഫാത്ത് ചോദിക്കണം, തവസ്സുൽ ചെയ്യണം, തവസ്സുലിനെ ചോദിക്കണം. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ മഹത്തുക്കളായ ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, എല്ലാ വിഷയങ്ങളും, ഓരോ കാര്യങ്ങളും എല്ലാത്തിലും അടിസ്ഥാനമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഖൈർ, ബറകത്ത്, ഇസ്സത്ത്, ഹിമ്മത്ത്, റാഹത്ത്, സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അതേ രീതിയിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ത്വാഹിറ എന്ന ഒരു സഹോദരി മരിച്ച വിവരം നമ്മുടെ ഇസ്മാലിക്ക് അറിയിച്ചു. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ പലരുണ്ട്. എന്റെ വാപ്പടക്കം മരിച്ചിട്ടുണ്ട്. നമ്മുടെ ഉസ്താദിന്റെ ഉസ്താദായ പള്ളിക്കര ഉസ്താദ്, ബഹുമാനപ്പെട്ട അബൂബക്കർ ഹാജി ഉസ്താദ്, അതുപോലെ കുറെ പണ്ഡിതന്മാർ മരണപ്പെട്ടവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും അവരുടെ ദറജയും അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. പ്രത്യേകിച്ച് ആ ത്വാഹിറ എന്ന് പറയുന്ന സഹോദരിക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഖബർ ജീവിതം അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ, സന്തോഷമാക്കി കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ, നമ്മുടെ എല്ലാ ദൈനംദിന ചെയ്യുന്ന ഖിദ്മാത്തുകൾ, അതിന്റെ എല്ലാം ഇതിന് സവാബ ത്വാഹിറ എന്ന് പറയുന്ന സഹോദരിയിലേക്കും അള്ളാഹു എത്തിപ്പിച്ചു കൊടുക്കട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ കുടുംബാദികൾ, നമ്മുടെ വാപ്പടക്കമുള്ള എല്ലാവർക്കും, നമ്മുടെ ഗ്രൂപ്പുകളിൽ, അതുപോലെ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന എല്ലാ പ്രവർത്തകരും, അവരിൽ നിന്ന് മരിച്ചുപോയ കുടുംബാദികളുടെ ഹദറാത്തിലേക്കും
അള്ളാഹു എത്തിച്ചു കൊടുത്ത് അവരുടെ കബറിടം സ്വർഗമാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ നിലക്കും അവർക്ക് സന്തോഷം അള്ളാഹു കൊടുത്ത് നല്ല റാഹത്ത് കൊടുത്ത് സ്വർഗം കൊടുത്ത് സ്വർഗത്തിന്റെ പലഹാരങ്ങളും ഭക്ഷണങ്ങളും പാനീയങ്ങളും വസ്ത്രങ്ങളും സ്വർഗമായുള്ള അനുഭൂതികളെ കൊണ്ട് അള്ളാഹു തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. വലിയ സന്തോഷം അള്ളാഹു ഖബറിലിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദുആരക്ക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.